ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര ശതമാനം ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു പൈൽ റീഡിംഗ് ആണ്. നമ്മളിവിടെ ഓറഞ്ച് കളർ വെച്ചിട്ടുണ്ട്, അതുപോലെ റോസ് കളർ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കളറ് കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പോസിറ്റീവായിട്ട് ഒരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിൽ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു കളർ, ഓറഞ്ച് കളറും റോസ് കളറുമാണ് നമ്മളോട് വെച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കളറ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ ആ ഒരു റീഡിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് റോസ് കളറാണ് നമുക്ക് ഫസ്റ്റ് പാലായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാല് റോസ് കളർ സെലക്ട് ചെയ്ത ആളുകൾക്കുള്ള റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര % ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര % ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര % ചാൻസസ് ഉണ്ട്, ഇതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയത് 2 of Wands ഒരു കാർഡാണ്. സെക്കൻഡ് കാർഡ് Queen of Wands, then Page of Cups and 6 of Swords, 5 of Wands. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മളവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡുകൾ ഒരുമിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്ന ഒരാളല്ല. ജീവിതത്തിൽ അവർ നിങ്ങളെ മറന്നു കളഞ്ഞിട്ട് പോയിട്ടുള്ള ഒരാളല്ല. പക്ഷെ അവരിപ്പോൾ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ 2 of Wands ഒരു കാർഡാണ് നമുക്കിവിടെ ഫസ്റ്റ് വരുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ 2 വഴികൾക്കിടയിൽ നിൽക്കുന്നു എന്നാണ്. ആ ഒരു വഴി ശരിക്കും പറഞ്ഞാൽ അവരുടെ പാസ്റ്റിലെ ജീവിതവും മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു സാധ്യതയുമാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അവരെ തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തിരികെ പോയാൽ ഇനി എന്താകും, പോയില്ലെങ്കിൽ എന്താകും എന്ന ചിന്ത അവരുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നല്ല, മറിച്ച് അവർ ചിന്തിക്കുന്നതിനാലാണ് തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സെക്കൻഡ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ Queen of Wands ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളെയാണ് ഈ ഒരു കാർഡ് പ്രതിനിധാനം ചെയ്യുന്നത്. അവരുടെ കണ്ണില് നിങ്ങൾ ഇപ്പോഴും ഒരു ആത്മവിശ്വാസമുള്ള, ആകർഷണമായിട്ടുള്ള, ശക്തമായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ തിരികെ പോയാൽ അവരെന്നെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടോ എന്നൊരു പേടിയും അവർക്കുണ്ട്. നിങ്ങളുടെ വില അവർക്ക് ഇപ്പോഴാണ് കൂടുതലായിട്ടും മനസ്സിലാകുന്നത്. ഈ ഒരു സമയത്താണ് അവർ നിങ്ങളുടെ വില കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് പിന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. ഇതാണ് ഈ റീഡിങ്ങിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഊർജത്തിൽ ഒന്ന്. ഈ ഒരു കാർഡ് ഒരു ചെറിയ സന്ദേശം, ഒരു ക്ഷമാപണം, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത കോണ്ടാക്ട്, അതൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ പലവട്ടം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വ്യക്തികൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് അവസാന നിമിഷം പിൻവാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ മനസ്സിൽ ഫീലിങ്സുകളുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് ധൈര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് വഴി നമുക്ക് മനസ്സിലാകുന്നത് ഉടനെ തന്നെ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കോണ്ടാക്ട് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 of Wands ഒരു കാർഡാണ് കാണുന്നത്. ഈ ഒരു കാർഡ് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാർഡാണ്. അവർ ആ പഴയ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുകയാണ്. ആ പഴയ വഴക്കുകൾ, തെറ്റിദ്ധാരണകൾ, ഈഗോ, ഇവരിൽ നിന്നൊക്കെ അകന്ന് ഒരു സമാധാനത്തിലേക്ക് നീങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുവരവിന്റെ ഒരു ഊർജ്ജത്തെ തന്നെയാണ്, ആ ഒരു എനർജിയാണ്, ആ തിരിച്ചുവരവിന്റെ ഒരു എനർജി തന്നെയാണ് ഇവിടെ ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ 5 of Wands ആണ്. ഈ ഒരു 5 of Wands എന്ന് പറയുമ്പോഴത്തേക്കും
ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ഒരു തടസ്സം. ഈ വ്യക്തിയുടെ ഉള്ളിൽ വലിയൊരു സംഘർഷം നടക്കുകയാണ്. അതായത് തിരികെ നിങ്ങളിലേക്ക് പോകണോ, അതായത് ഇവിടെ തന്നെ നിൽക്കണോ, എന്നെ അവർ സ്വീകരിക്കുമോ, വീണ്ടും പഴയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ അവരെ ഇങ്ങനെ പിന്നോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു. ചിലർക്കാണെങ്കിൽ കുടുംബം, സുഹൃത്തുക്കള്, ജോലി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം, ഇതുപോലുള്ള കുറെ സമ്മർദ്ദങ്ങൾ കാരണം അത് ആണ് അവരെ ഇവിടെ പിടിച്ചു നിർത്തിക്കുന്നത്. അപ്പം ഇതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഈ കാർഡുകളിൽ നിന്ന്. ഈ കാർഡുകളുടെ ഊർജം മാത്രം അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ ഒരു പെർസെൻറ്റേജ് പറയുവാണെങ്കിൽ 70 to 80% വരെയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിന് കാരണം അവര് നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതുപോലെ തന്നെ ബന്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നില്ല. വീണ്ടും ബന്ധപ്പെടാനുള്ള ആഗ്രഹം കാണുന്നു. എന്നാൽ ഉള്ളിലെ ആ ഒരു പേടിയും ആശയക്കുഴപ്പമൊക്കെ കാരണം അവർ കുറച്ചൊന്ന് താമസിക്കും വരാനായിട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശതമാനം ഒരു ഉറച്ച പെർസെൻറ്റേജ് ആണ്, നമുക്ക് പറയാനും പറ്റത്തില്ല. ഇതിലും പെർസെൻറ്റേജ് ഒരിക്കലും കുറയത്തില്ല, കൂടാനാണ് ചാൻസസ് ഉള്ളത്. അപ്പൊ നിലവിലെ ഈ ഒരു എനർജിയുടെ ഇത് നോക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 70 to 80% എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ യൂണിവേഴ്സ് പറയുന്ന ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കിയാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിർത്തിവെച്ച് അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്നുള്ളൊരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷവും വളർച്ചയ്ക്കും നിങ്ങൾ മുൻഗണന കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രകാശം നിലനിർത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ, നിങ്ങൾ ഷൈൻ ചെയ്യുമ്പോൾ, നിങ്ങളെ വിട്ടുപോയവർക്ക് ആ ഒരു പ്രകാശത്തിന്റെ വില കൂടുതലായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ തിരികെ വരുന്ന ആളുകൾ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടായിരിക്കും വരിക. അപ്പൊ ചിലപ്പോൾ അവർ ആ പഴയ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ശേഷം നല്ല രീതിയിൽ തിരികെ വരാനുള്ള ചാൻസസും ഇവിടെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ റീഡിങ് പറയുന്നത് ഇതൊരു അവസാനമല്ല, മറിച്ചൊരു അപൂർണമായ പൂർണ്ണമാകാത്ത ഒരു അധ്യായം മാത്രമാണ്. ഇപ്പോഴും അത് തുറന്നു കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എന്നാൽ തീരുമാനം എടുക്കാനുള്ള ധൈര്യം ഇനിയുമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പിന്നാലെ ചേസ് ചെയ്ത് ഓടുന്നത് നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. അപ്പൊ അവർ ശരിക്കും തിരികെ വരേണ്ട ആളാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണെങ്കിൽ അവർക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഈ യാത്ര തന്നെ അവരെ സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇത് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് 70 to 80% ചാൻസസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് പേഴ്സൺ. ഓക്കെ, ക്ലൂസ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1986 എന്ന് പറയുന്ന ഒരു വർഷമാണ്. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. അതുപോലെ നമ്പർ 5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ലെറ്റർ ഇ കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുള്ള വ്യക്തികളായിരിക്കാം. 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 month എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 month. കെയറിങ്, ടാറ്റു ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ളൊരു കളറ്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1991 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 41 കിട്ടുന്നുണ്ട്. നമ്പർ 39 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് ഓറഞ്ച് കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര ശതമാനം ചാൻസസ് ആണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഈ റീഡിങ്ങിൽ നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്ര ശതമാനം ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദ എംപ്രസ് കാർഡാണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് 8 of Pentacles.
Knight of Swords, the Magician, ടെമ്പറൻസ് കാർഡ്. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ സെക്കൻഡ് പൈലിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈലിൽ ഓറഞ്ച് കളർ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈലിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കാർഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞ നിമിഷം തന്നെ വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു എനർജി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു ബന്ധം സാധാരണ ഒരു അട്രാക്ഷൻ ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധമല്ല എന്നുള്ളത്. രണ്ടുപേരും പരസ്പരം ജീവിതത്തിൽ ആഴത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി എത്ര അകന്നു നിന്നാലും നിങ്ങളുടെ ഓർമ്മകളിൽ അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ തേടി വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമ്മളോട് നോക്കുകയാണെങ്കിൽ എംപ്രസ് കാർഡാണ്. ഇത് എംപ്രസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്നും നിങ്ങളെ വളരെ വിലപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് നിങ്ങൾ വെറും ഒരു പ്രണയബന്ധമല്ല, സുരക്ഷയും സമാധാനവും നൽകുന്ന ഒരാളാണ്. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സമയത്തെ കരുതലും പിന്തുണയും ഇപ്പോൾ അവർ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ വില തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഒരു പേഴ്സൺ അന്ന് പ്രകടിപ്പിക്കാത്ത നന്ദിയും സ്നേഹവും ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരുടെ ലൈഫിൽ എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് കാർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് കാണിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ശരിയാക്കാൻ, അവരുടെ ലൈഫിലെ കുറെ കാര്യങ്ങൾ ശരിയാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്താണ്. അത് ചിലപ്പോൾ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, ഫൈനാൻഷ്യലായിട്ടൊന്ന് ഉയർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കാം, വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം തെറ്റുകൾ തിരുത്തുന്ന ഒരു സമയമായിരിക്കും. ഈ ഒരു കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിജയിക്കണമെങ്കിൽ ആദ്യം ഞാൻ മാറണം എന്നൊരു ബോധം അവരിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വൈകുന്നതിന് കാരണം ഒരു സ്നേഹക്കുറവല്ല. ഈ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ കുറേയേറെ എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്കുകൾ മാറ്റാനുണ്ട്, ഒരു മിസ്റ്റേക്കുകളൊക്കെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും തിരികെ ഇതിനകത്തേക്ക് വരണം എന്ന് ചിന്തിക്കുന്നു. ആ ഒരു തയ്യാറെടുപ്പ് കാരണമാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നൈറ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഈ കാർഡ് വളരെ ശക്തമായ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം പെട്ടെന്ന് അവര് നിങ്ങളെ വിളിക്കാനോ കോൾ ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. നീണ്ട നാളുകളായിട്ട് ആലോചിച്ച് അവരെടുത്ത ഒരു കാര്യം ഒരൊറ്റ നിമിഷത്തിന്റെ ഫീലിങ്സിൽ ഒരു ആക്ഷനായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ഒരു മുന്നറിയിപ്പും കൂടി നമുക്ക് തരുന്നുണ്ട്. അവർ തിരികെ വന്നാൽ ആദ്യം ആ ഒരു കോൺവെർസേഷനിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും പരസ്പരം കേൾക്കുകയും ഒക്കെ ചെയ്ത കുറച്ച് സമയം എടുത്തതിന് ശേഷമാണ് എല്ലാം ഒന്ന് ഓക്കെ ആവുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നമുക്ക് മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മജീഷ്യൻ കാർഡ് ഈ റീഡിങ്ങിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡുകളിൽ ഒന്നാണ്. ഈ വ്യക്തിക്ക് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്നാണ് മജീഷ്യൻ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന ഒരു ചിന്ത അവരെ എപ്പോഴും അവർക്കുണ്ട്. അവരിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചിന്ത. അവര് ശരിയായ ഒരു അവസരം കിട്ടിയാൽ വീണ്ടും ഇതിനൊരു തുടക്കം കുറിക്കാനായിട്ട് ശ്രമിക്കാനുള്ള സാധ്യതകൾ, അതായത് നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെയാണ് മജീഷ്യൻ കാർഡും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് പറയുന്ന ഒരു കാർഡ്. പിന്നെ ടെമ്പറൻസ് കാർഡ്, ഈ ഒരു കാർഡും വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ഈ ബന്ധം വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തില്ല, പക്ഷെ ശരിയായ സമയത്ത് ഇത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ്. അപ്പം രണ്ടുപേരും പഠിക്കേണ്ടതായിട്ടുള്ള കുറേ പാഠങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ സ്ഥിരതയുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ക്ഷമയും അതുപോലെ തന്നെ ഇതിനകത്ത് നിൽക്കുമ്പോൾ വേണ്ട കുറച്ച് സന്തുലിതാവസ്ഥ, സ്റ്റെബിലിറ്റി, സമീപനം, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിന് പ്രധാനമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. അത് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും സ്റ്റേബിൾ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും അവർക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ അന്ന് കുറച്ചും കൂടി ഒരു പക്വതയോടെയൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നോക്കുകയോ നിങ്ങളെ ഓർമ്മിക്കുന്ന സ്ഥലങ്ങളോ പാട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഴയ ഓർമ്മയിലേക്ക് മടങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിലുള്ള തടസ്സം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റീഡിങ്ങിൽ വലിയൊരു തടസ്സം ഒരു
തേർഡ് പേഴ്സണേക്കാൾ കൂടുതലായിട്ട് ഇവിടെ നമുക്ക് തടസ്സം കാണാൻ പറ്റുന്നത് സമയവും സ്വന്തം വളർച്ചയുമാണ്. അതായത് അവർ സ്വന്തമായിട്ട് കുറച്ച് സമയം ഡിവൈൻ ടൈം ആകാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതാണ് ഇവിടെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അവർക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ പൂർത്തിയാകാത്തതുണ്ട്. ആ കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ചിലർക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, ചിലർക്ക് കുടുംബത്തിലെ ബാധ്യതകളായിരിക്കാം, മറ്റു ചിലർക്ക് മാനസിക പക്വത നേടാനുള്ള ഒരു യാത്രയിലായിരിക്കാം അവർ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു കാർഡുകളുടെ ഇപ്പോഴത്തെ ഒരു എനർജി അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് സാധ്യത നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഏകദേശം ഒരു 80 to 90% വരെയാണ്. അപ്പോൾ ഈ ഒരു ശതമാനം നമുക്ക് 80 to 90% സാധ്യത നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ഉണ്ട് എന്ന് ഈ ഒരു കാർഡുകളുടെ എനർജി അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ പറ്റും. കാരണം എംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും ആഴമുള്ള ഒരു സ്നേഹവും ബഹുമാനം റെസ്പെക്ട് കാര്യങ്ങളൊക്കെയാണ് എംപ്രസ് ചെയ്യുന്നത്. 8 of Pentacles എന്ന് പറയുമ്പോൾ ബന്ധത്തിനായിട്ട് ശ്രമിക്കാനുള്ള ആ ഒരു മനോഭാവം ആ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് സോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയാണ്. മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു പുതിയ തുടക്കം സൃഷ്ടിക്കാനുള്ള ആ ഒരു ശക്തി, എനർജി, കറേജ് ഒക്കെ വരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ടെമ്പറൻസ്, ലാസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ടെമ്പറൻസ് ആണ്. ശരിയായ സമയത്ത് വീണ്ടും ഇത് അതായത് വീണ്ടും നിങ്ങൾ ഒന്നിക്കും എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരാനുള്ള സാധ്യതയാണ് ടെമ്പറൻസ് കാർഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 80 to 90% വരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കുവാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിർത്തിവെച്ച് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സന്തോഷവും ആത്മവിശ്വാസവും വ്യക്തിപരമായ വളർച്ചയും ഒക്കെ നിങ്ങൾ തുടരണം ഒരു സൈഡിൽ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വരേണ്ടതാണെങ്കിൽ അത് കൂടുതൽ ആരോഗ്യകരമായ രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്ന ഗൈഡൻസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈലം സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിങ് അവസാനിക്കുന്നത് വളരെയധികം പ്രതീക്ഷയോടെയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഹൃദയത്തിൽ ഈ ഒരു ബന്ധത്തിന് ഇപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവരെ തിരികെ വരാനുള്ള വാതിലുകൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ല, മറിച്ച് അവർ ആദ്യം സ്വയം തയ്യാറാകാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഈ കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അവർ തിരിച്ചു വരുന്ന ദിവസം ആ ഒരു പഴയ തെറ്റുകൾ ആവർത്തിക്കാതെ പുതിയ ഒരു മനസ്സിലാക്കലോടെയും തുറന്ന ഒരു കോൺവെർസേഷനിലൂടെയും ഒക്കെ റിലേഷൻഷിപ്പ് പുനർനിർമ്മിക്കാനായിട്ട് യൂണിവേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്നു ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്ര ശതമാനമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്, തിരികെ വരാനുള്ള ചാൻസസ് ഉള്ളത് എന്നായിരുന്നു നമ്മളിവിടെ നോക്കിയത്. അത് 80 to 90% എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1982 എന്ന് പറയുന്ന വർഷമാണ്. ചൈൽഡിഷ്. 1995 number 29, expect miracles, short-tempered, you can trust, letter V. 1978, 2005, social media, 6 days, crazy. 2023, painting, cooking, തൃശ്ശൂർ ജില്ല, ഡാൻസ്, ലവബിൾ എന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ലെറ്റർ എഫ്. നമ്പർ 22, 2 months എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. വയനാട് ജില്ല. 1987, സപ്പോർട്ടീവ്. നമ്പർ 33, നമ്പർ 45, എൻകറേജസ് യു. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.